ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല ചെറുപഴം കൊണ്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളൊരു ചെറുപഴം കൊണ്ടുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചെറുപഴം എന്ന് പറഞ്ഞാൽ ഇത് ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. ഞാലിപ്പൂവൻ പഴം എടുക്കണം. റോബസ്റ്റ് ആണെങ്കിൽ 2 മതി കേട്ടോ. ഇപ്പോൾ ഞാലിപ്പൂവൻ പഴം ആയതുകൊണ്ടാണ്, ഞാലിപ്പൂവനത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. നമ്മുടെ മിക്സിയിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ അരിഞ്ഞ പഴം നമുക്ക് ഇതിലേക്ക് ഇടാവേ. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ബദാം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഞാനൊരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കശുവണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കണം. ഞാൻ ഇപ്പം ഇല്ല, ഇത് മാത്രം ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ഇതിലേക്ക് ഇടുവാണ്. അപ്പം പാല്, ഐസ്, വെള്ളവും കട്ടയും കൂടെ ആയതാണ് 1 കപ്പ്. പിന്നെ മധുരം ചേർക്കണേ. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി മധുരമല്ല, കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇച്ചിരി കൂടെ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഹോർലിക്സിൻ്റെ ഇതിൽ പകുതി ഇട്ടാൽ മതി കേട്ടോ. ഇതിന് പകുതി കൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മൊത്തം 2 കപ്പ് പാലാണ് വേണ്ടത്. ഞാൻ 1 കപ്പ് പാലായിട്ടുള്ളത് തണുത്ത പാലായിരിക്കണം കേട്ടോ. തണുത്ത പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്കിക്കൊണ്ട് വരാവേ. അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തിക്നെസ് വേണം കേട്ടോ. ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ 1 ടേബിൾ സ്പൂണ് കസ്കസ് നല്ലവണ്ണം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാളത്തെ ഒരു ഡ്രിങ്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുതുക്കാൻ വെക്കുന്ന വെള്ളത്തിനകത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇതിലോട്ട് മധുരമൊക്കെ പിടിച്ചാൽ നമുക്ക് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതുകൂടെ ഇതിലേക്ക് ഇടാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഐസ് കട്ട ഇടാവേ. ഞാനിപ്പോൾ കുറച്ച് ഐസ് കട്ട ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര തണുപ്പാണോ വേണ്ടത് അത്രയും തണുപ്പിനനുസരിച്ച് കട്ട ഇടാം കേട്ടോ. നമുക്കത് ഐസ് കട്ടയും കൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇടുന്നത്. അപ്പം ഇത് ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ഇടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിട്ടാം.